കണ്ണൂർ കോർപ്പറേഷനിൽ UDF മുന്നിട്ട് നിൽക്കുന്നു. കോഴിക്കോട് LDFിന്റെ ഒരു ലീഡ് നിലവിലുണ്ട്. 17ഇടത്ത് LDF, 13ഇടത്ത് UDF, 7ഇടത്ത് NDA എന്നിങ്ങനെയാണ് കോഴിക്കോടത്തെ നിലവിലെ അവസ്ഥ. മറ്റുള്ളവർ 2 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ UDF ലീഡ് ചെയ്യുന്നു. ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ LDF 4, UDF 11 എന്നിങ്ങനെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. വയനാട് ജില്ലാ പഞ്ചായത്തിൽ 3ഇടത്ത് LDF, 12ഇടത്ത് UDF എന്നിങ്ങനെയാണ്. അവിടെ NDAക്ക് ഒരിടത്തും മുന്നേറാൻ സാധിച്ചിട്ടില്ല. ജില്ലാ പഞ്ചായത്തുകളിലും UDF കൃത്യമായ ഒരു മുന്നേറ്റം നടത്തുന്നുണ്ട്. UDFിന്റെ 2020 പ്രകടനത്തെക്കാൾ മികച്ച പ്രകടനം ഇത്തവണ വരുന്നുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ സൂചനയാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും ഒപ്പത്തിനൊപ്പം ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ് LDF 16-16. NDAയും LDFും 16-16 എന്നുള്ള കണക്കാണ് പോകുന്നത്. വീണ്ടും ശക്തമായ പോരാട്ടം ഒപ്പത്തിനൊപ്പം പോവുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. വടക്കൻ കേരളത്തിലേക്ക് പോവുകയാണെങ്കിൽ കോഴിക്കോട് LDFിന് വ്യക്തമായ മേൽക്കൈയുണ്ട്. മലപ്പുറം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ ലീഗിന്റെ ഒരു കോട്ടയാണ് മലപ്പുറം എന്ന് പറയുന്നത്. അരവിന്ദൻ ചേരുന്നുണ്ട്. അരവിന്ദൻ, എന്താണ് മലപ്പുറത്ത് നിന്നുള്ള കണക്കുകൾ? മലപ്പുറത്ത് മാറ്റങ്ങളൊന്നുമില്ല. UDFിന്റെ ശക്തമായ കോട്ടയായി മലപ്പുറം നിൽക്കുന്നു എന്നുള്ളതാണ്. ആകെ ഒരു മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണ്, പൊന്നാനിയിൽ മാത്രമാണ് ഇപ്പോൾ LDFിന് ലീഡുള്ളത്. ബാക്കി എല്ലാ സ്ഥലത്തും UDF ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ തവണ 3 നഗരസഭകൾ LDFിന്റെ കൈവശമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരെണ്ണം മാത്രമാണ് നിലവിൽ LDFിന്റെ കൈവശമുള്ളത്. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളിൽ 60 ഗ്രാമപഞ്ചായത്തുകളിലെ ട്രെൻഡ് മനസ്സിലാക്കുമ്പോൾ അതിൽ 61. അരവിന്ദൻ പറഞ്ഞതുപോലെ പ്രതീക്ഷിച്ച ഫലം തന്നെയാണ് മലപ്പുറത്ത് നിന്ന് വരുന്നത്. പൊന്നാനി ഒഴികെയുള്ള സ്ഥലങ്ങളിൽ മുനിസിപ്പാലിറ്റികളിൽ UDF തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, തിരുവനന്തപുരത്ത് പേട്ട വാർഡിൽ LDF സ്ഥാനാർത്ഥി CPMന്റെ SP ദീപക് വിജയിച്ചിരിക്കുന്നു. 1809 വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതുപോലെ NDA സ്ഥാനാർത്ഥി ശ്രീലേഖ ശാസ്തമംഗലം വാർഡിൽ പിന്നിട്ട് നിൽക്കുന്നു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് ഇന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ. നേമത്ത് MR ഗോപൻ NDA സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. അതേസമയം ശാസ്തമംഗലം ശ്രീലേഖ അവർ പിന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. ശബരിനാഥൻ മുന്നിട്ട് നിൽക്കുന്നു. ശബരിനാഥനും വിജയത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പുതിയ വിവരങ്ങൾ ഒരിക്കൽ കൂടി വളരെ പെട്ടെന്ന് നോക്കാം. കണ്ണൂർ കോർപ്പറേഷനിൽ LDF 6, UDF 12, NDA 2 എന്നിങ്ങനെ കണ്ണൂർ കോർപ്പറേഷനിൽ UDFിന്റെ ഒരു കൃത്യമായ ആധിപത്യം. നിലവിൽ UDFിന് സംസ്ഥാനത്ത് ഭരണമുള്ള ഒരേ ഒരു കോർപ്പറേഷനാണ്. തിരുവനന്തപുരത്ത് LDF 17, NDA 16, UDF 11, മറ്റുള്ളവർ 1 എന്നിങ്ങനെ ഒരു സീറ്റിന്റെ ലീഡ് LDFിന് നിലവിലുണ്ട്. കൊല്ലത്ത് LDF 4, UDF 9, NDA 2 എന്നിങ്ങനെയാണ് കൊല്ലം കോർപ്പറേഷനിലെ നിലവിലെ ലീഡ് നില. ഇനി മുനിസിപ്പാലിറ്റികളുടെ കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ 86 മുനിസിപ്പാലിറ്റികളിൽ UDFിന് വ്യക്തമായ മേൽക്കൈയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 46 സീറ്റുമായി UDF മുന്നിട്ട് നിൽക്കുന്നു. ഒപ്പം 30 സീറ്റുമായി LDF, 2 സീറ്റുമായി NDAയും ഉണ്ട്. ജില്ലാ പഞ്ചായത്തിലേക്ക് വരികയാണെങ്കിലും UDFിനൊരു വ്യക്തമായ മേൽക്കൈ കാണാൻ സാധിക്കുന്നുണ്ട്. 9 സീറ്റുകളുമായി UDF, 4 സീറ്റുമായി LDF, ഒപ്പം NDAക്ക് 1 സീറ്റുമില്ല. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരികയാണെങ്കിലും ഒപ്പത്തിനൊപ്പമാണ് LDFും UDFും. അതായത് 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 64 സീറ്റുകളിൽ LDFും 63 സീറ്റുകളിൽ UDFും BJP 1 സീറ്റുമാണ് നേടിയിട്ടുള്ളത്. 328 ഗ്രാമപഞ്ചായത്തുകളിൽ ഇതിനോടകം തന്നെ LDF വിജയിച്ചു കഴിഞ്ഞു. ഒപ്പം 292. നമ്മൾ ഈ പ്രധാനപ്പെട്ട വാർത്ത, കണ്ണൂർ കോർപ്പറേഷനിൽ റിജിൽ മാക്കുറ്റി UDF സ്ഥാനാർത്ഥി, UDF നേതാവ്, അദ്ദേഹം തന്റെ വിജയം ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് കണ്ണൂരിൽ നിന്ന് വരുന്നത്. LDFിന്റെ സിറ്റിംഗ് സീറ്റിലാണ് ആ രീതിയിൽ ഒരു വിജയം അദ്ദേഹം നേടിയിരിക്കുന്നത്. വിജയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ ലീഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം വിജയം ഉറപ്പിച്ചു എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതിനിധികൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കോഴിക്കോട് നിന്നും പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നുണ്ട്. കോഴിക്കോട് UDFിന്റെ മേയർ സ്ഥാനാർത്ഥി തോറ്റിരിക്കുന്നു. MM രാഗേഷ് ചേരുന്നുണ്ട്. രാഗേഷ്, കോഴിക്കോട് നിന്ന് UDFിന് LDFിന്റെ വ്യക്തമായ മേൽക്കൈ നമുക്കവിടെ കാണാൻ സാധിക്കും, പക്ഷേ UDFിന്റെ മേയർ സ്ഥാനാർത്ഥി തോറ്റിരിക്കുന്നു.